ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മലയാളി നിര ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കിയാലോ. ആദ്യം ISLൽ കളിക്കുന്ന മലയാളി പ്ലേയേഴ്സിനെ നോക്കാം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്ലേയേഴ്സിൽ 8 പേർ മലയാളികളാണ്. ഗോൾ കീപ്പിംഗിൽ സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ ബിജോയ് വർഗീസും സഹീഫും, മിഡ്ഫീൽഡ് പൊസിഷനിൽ വിപിൻ മോഹനും അസറുമാണുള്ളത്. പിന്നെ എയ്മൻ, രാഹുൽ, ശ്രീകുട്ടൻ എന്നിവർ മുൻനിരയിലും. ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ മലയാളികൾ കളിക്കുന്നത് ഹൈദരാബാദ് FCയിലാണ്. അബ്ദുൾ റബി, സോയൽ ജോഷി, മുഹമ്മദ് റാഫി, അലക്സ് സജി, അഭിജിത്ത് എന്നിവരാണ് ഹൈദരാബാദിൽ കളിക്കുന്ന മലയാളി പ്ലേയേഴ്സ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി മിർഷാദും ജിതിനും കളിക്കുമ്പോൾ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് വിഷ്ണുവും ജെസിനുമുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി സഹലും ആഷിഖും കളിക്കുന്നു. പഞ്ചാബ് FCയിൽ ലിയോണും നിഹാലും, ബാംഗ്ലൂരിന് വേണ്ടി മുഹമ്മദ് സല, മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന് വേണ്ടി ഇർഷാദ്. ഈ ടീമിൻ്റെ കോച്ചിങ് സ്ഥാനത്ത് വിനോ ജോർജും അസിസ്റ്റൻറ്റ് കോച്ച് സ്ഥാനത്ത് TG പുരുഷോത്തമനുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 22 മലയാളികളാണ് ISLൽ കളിക്കുന്നത്. ഇവരെ ഉപയോഗിച്ച് നമുക്കൊരു 11 തയ്യാറാക്കിയാലോ. ഗോൾ കീപ്പിങ്ങിൽ മിർഷാദ് മിച്ചു, സെൻറ്റർ ബാക്കായിട്ട് മുഹമ്മദ് ഇർഷാദും അലക്സ് സജിയും, ലെഫ്റ്റ് ബാക്കായിട്ട് മുഹമ്മദ് ഷഹീഫും, റൈറ്റ് ബാക്കായിട്ട് മുഹമ്മദ് സലയും, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വിപിൻ മോഹനും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ സഹൽ അബ്ദുൾ സമദ്, റൈറ്റ് വിങ്ങിൽ അബ്ദുൾ റബി, ലെഫ്റ്റ് വിങ്ങിൽ ആഷിഖ് കുരുണൻ, സെൻറ്റർ ഫോർവേഡായിട്ട് രാഹുലും വിഷ്ണുവും. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഗോൾ കീപ്പിങ്ങിൽ സച്ചിൻ, സെൻറ്റർ ബാക്കായിട്ട് വിജോയ് ആൻഡ് മുഹമ്മദ് റാഫി, ലെഫ്റ്റ് ബാക്കായിട്ട് സോയൽ ജോഷി, റൈറ്റ് ബാക്കായിട്ട് ലിയോൺ എക്സ്റ്റിൻ, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ അസർ, ലെഫ്റ്റ് വിങ്ങായിട്ട് ഐമൻ, റൈറ്റ് വിങ്ങായിട്ട് നിഹാൽ, ജിതിൻ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ അഭിജിത്ത് ഉണ്ട്, സെൻറ്റർ ഫോർവേഡായിട്ട് ശ്രീകുട്ടനും ജെസിനും ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിനായി ഒരു മലയാളി 11 തയ്യാറാക്കി നോക്കിയപ്പോൾ നല്ലൊരു 11 തന്നെയാണ് നമുക്ക് ലഭിച്ചത്. നല്ലൊരു ബെഞ്ച് സ്ട്രെങ്തും നമുക്ക് നിലവിലുണ്ട്.